ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അവരോധിക്കപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ശ്രീ ഒ രാജഗോപാൽജി മുതൽ കെ സുരേന്ദ്രൻ വരെ 10ഓളം ആളുകൾ BJPയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട്. അതിന് നേരത്തെ ശ്രീ സുരേഷ് ഗോപിജി സൂചിപ്പിച്ചതുപോലെ സ്വർഗീയ മാരാർജി നമ്മോടൊപ്പം ഇല്ല. ബാക്കി ഈ വേദിയിൽ തന്നെ എല്ലാ മുതിർന്ന നേതാക്കന്മാരുമുണ്ട്, ചിലർ വരാനുമുണ്ട്. നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിന് പ്രധാനമായ 3 സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ശ്രീ വി മുരളീധരൻ പ്രസിഡന്റ് ആവും, കെ സുരേന്ദ്രൻ തുടരും, MT രമേശ് ആകും, അതേപോലെ എൻ രാധാകൃഷ്ണനാകും, ശോഭാ സുരേന്ദ്രനാകും, അങ്ങനെ നിരവധി ആളുകളുടെ പേരുകൾ വന്നിരുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഒരാളല്ല, രണ്ടാളല്ല, അനേകം നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി നേതൃസമ്പന്നമായ പാർട്ടിയാണ്, നേതൃസമൃദ്ധമായ പാർട്ടിയാണ് എന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം. ഇവിടെ 1-2 നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്, അതിനപ്പുറം നേതാക്കന്മാർ ഈ സദസ്സിലുമുണ്ട്. 1ാം നിര, 2ാം നിര, 3ാം നിര, 4ാം നിര, എത്ര നിര വേണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഇവരെല്ലാം നേതൃസരണിയിലേക്ക് വളർന്നു വന്നത് ഏതെങ്കിലും കുലമഹിമ കൊണ്ടല്ല, ആദർശത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ത്യാഗത്തോടെ, സഹനത്തോടെ, സമർപ്പണ ഭാവത്തോടെ പ്രവർത്തിച്ചതിലൂടെയാണ് ഇത്തരം നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സവിശേഷതയാണ്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കാൻ കഴിവും കരുത്തുമുള്ള നേതൃത്വമുണ്ടെന്ന് മാത്രമല്ല, പുതിയ കേരളത്തെ നയിക്കാൻ പ്രാപ്തരായ നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എന്നും ഇവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, മറ്റൊരു സന്ദേശം എന്താ? നേതൃസമ്പന്നമാണ്, നേതൃസമൃദ്ധമാണ്. ഇന്നലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഐകകണ്ഠേനയാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചു. ഇതിലൂടെ നൽകുന്ന സന്ദേശം, ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം. BJP അച്ചടക്കവും അനുശാസനവും ആദർശബോധവുമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3ാമത്തെ സന്ദേശം, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഹാള് നമ്മുടെ രാജശേഖർജി ഇവിടെയുണ്ട്. ഈ ഹാളിന് പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാജീവ്ജിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ വെച്ചിട്ടായിരുന്നു. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ജനപിന്തുണയും ജനസ്വാധീനവും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ. 1 ലക്ഷത്തിന് ഏതാണ്ട് 11 വോട്ടിന്റെ കുറവ് മാത്രമാണ് 2019 UDF സ്ഥാനാർത്ഥിക്ക് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ തവണ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ NDയുടെ സ്ഥാനാർത്ഥിയായതോടുകൂടി അത് 16,000-ലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ജനസ്വാധീനവും ജനപിന്തുണയും കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി പറയുന്നു, എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ BJP അത്ഭുതകരമായ, ഐതിഹാസികമായ വിജയം കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം കൂടി നേരത്തെ പ്രഹ്ലാദ്ജി സൂചിപ്പിച്ചു, ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മധ്യഭാഗവും എല്ലാം BJP. തമിഴ്നാടും കേരളവും മാത്രമാണ് ഇപ്പോഴ് അതിന് വിഘാതമായി നിൽക്കുന്നത്. ശ്രീ പ്രഹ്ലാദ്ജി
അടുത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പോടുകൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങള് ഇത് തിരുത്തി കാണിക്കും. കേരളവും ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം അണിചേരുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് വീരമൃത്യു വരിച്ചിട്ടുള്ള കണ്ണൂരിലും തിരുവനന്തപുരത്തും അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബലിദാനികളായിട്ടുള്ള നൂറുകണക്കിന് ഉശിരന്മാരായിട്ടുള്ള പ്രവർത്തകന്മാരുടെ സുന്ദരമായ സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കപ്പെടും. അതിന് നേതൃത്വം നൽകാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് സാധിക്കുമാറാകട്ടെ. അതിന്റെ കഴിവും കരുത്തും ശ്രീ പത്മനാഭസ്വാമി അദ്ദേഹം നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.